വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ വിജയം നേടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു പരിശീലന പരിപാടിയിൽ ആ പരിശീലകൻ പറഞ്ഞ വളരെ വളരെ കയ്യടി നേടിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ആലോചിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതാണ്, നോബഡി ഡൈസ് ഡ്യൂ ടു ലാക്ക് ഓഫ് സ്ലീപ്പ് ബട്ട് മെനി ഡൈ ഡ്യൂറിങ് സ്ലീപ്പ്. അതായത് ഉറക്കം കിട്ടാത്തത് കൊണ്ട് ആരും മരിക്കാറില്ല, പക്ഷേ പല ആൾക്കാരും ഉറക്കത്തിൽ മരിക്കാറുണ്ട്. ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി ഉറക്കം വളരെ കുറയ്ക്കണമെന്നും പരമാവധി സമയം കഠിനമായി അധ്വാനിക്കണമെന്നും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പലർക്കും, പ്രത്യേകിച്ച് ഹൈ പ്രൊഡക്റ്റീവായിട്ടുള്ള പല ഇൻഡിവിജ്വൽസിനും കൂടുതൽ സമയം ഉറങ്ങിയാൽ ഒരു കുറ്റബോധം പോലും തോന്നാറുണ്ട്. ഇതൊരു വലിയൊരു കോർപ്പറേറ്റ് കള്ളമാണ്. നമ്മുടെ ജീവനും നമ്മുടെ ആയുസ്സും നിലനിർത്തുന്നതിന് വേണ്ടി പ്രകൃതിയുടെ ഏറ്റവും മികച്ച ഒരു പരിശ്രമങ്ങളിൽ ഒന്നാണ് ഉറക്കമെന്ന് പറയുന്നത്. സോ സ്ലീപ്പ് ഈസ് ആക്ച്വലി എ ലൈഫ് സേവിങ് ഡ്രഗ് ഓർ പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ഹോർമോൺ സിസ്റ്റം, നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ്, അതുപോലെ നമ്മുടെ റിപ്രൊഡക്റ്റീവ് പെർഫോമൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് ഉറക്കം. ഒരു പക്ഷേ ഒരു സൗണ്ട് സ്റ്റുഡിയോയിൽ ഒരു മിക്സിംഗ് ഡെസ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ടാവും, അതെല്ലാം ട്യൂൺ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഡെക്കിലുള്ള ഒരു മാസ്റ്റർ കൺട്രോൾ ഉണ്ടാവും, അതിനെല്ലാറ്റിനും നിയന്ത്രണം ഉണ്ടാവും. അത്തരത്തിലുള്ളൊരു മാസ്റ്റർ കൺട്രോൾ ഇൻ ഹെൽത്ത് ആണ് ആക്ച്വലി സ്ലീപ്പ് എന്ന് പറയുന്നത്. ഉറക്കത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉറക്കത്തെ സ്വാധീനിക്കുന്ന 5 പ്രധാനപ്പെട്ട ഹോർമോണുകളാണ്. അപ്പോൾ ഉറക്കത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറക്കത്തിൻ്റെ ക്വാളിറ്റി, ഉറക്കത്തിൻ്റെ ക്വാണ്ടിറ്റി, ഉറക്കത്തിൻ്റെ ടൈമിംഗ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റാണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ചില വിഷയങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ക്രോണിക് ആയിട്ടുള്ള സ്ലീപ്പ് ഡെപ്രിവിയേഷൻ, അതായത് ഉറങ്ങുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, നമ്മളതിനെ വിളിക്കുന്നത് ഇൻസോംനിയ എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എക്സസീവായിട്ടുള്ള സ്ലീപ്പ്നെസ്നെസ്, അതായത് അമിതമായി കിടന്ന് ഉറങ്ങുക, എത്ര ഉറങ്ങിയാലും ക്ഷീണം മാറാത്തൊരവസ്ഥ. അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നുണ്ട് പക്ഷേ ഉറക്കം കിട്ടാൻ താമസം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് വളരെ സാവധാനത്തിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴുക, ഡ്രിഫ്റ്റിംഗ് ടു സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ്. അത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. കുറേ സമയം തിരിഞ്ഞും മറിഞ്ഞും അരമണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ കിടന്നാൽ മാത്രം ഉറക്കം കിട്ടുന്ന അവസ്ഥയുണ്ടാവും. അല്ലെങ്കിൽ കിടന്നാൽ ഉടനെ ഉറങ്ങും, പക്ഷേ ഒരു 2 മണി 3 മണിയാകുമ്പോൾ ഉണരുക, പിന്നെ ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന അവസ്ഥ. ചിലപ്പോൾ ഒന്ന് രാവിലെ ആകുമ്പോൾ ഉറങ്ങാൻ പറ്റും. ഇതിനെ വിളിക്കുന്ന ടൈപ്പ് 2 ഇൻസോംനിയ എന്നുള്ളതാണ്. ശരിയായ രീതിയിൽ ഉറക്കം കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം, ഡു യു വേക്ക് അപ്പ് ഫ്രഷ്? അതായത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണരുന്നത് വളരെ ഫ്രഷായിട്ടാണോ എന്നുള്ളൊരു ചോദ്യമാണ്. മലയാള ഭാഷയിലൊരു പ്രയോഗമുണ്ട്, നിദ്രാദേവി കടാക്ഷിക്കുക എന്നുള്ളത്, അല്ലേ? ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നിദ്രയെ സ്വാധീനിക്കുന്ന 5 ദേവതകൾ അല്ലെങ്കിൽ ദേവന്മാർ അല്ലെങ്കിൽ സുന്ദരന്മാർ എന്ന് പറയുന്ന 5 ഹോർമോണുകളാണ്. ഈ 5 ഹോർമോണുകളുടെ ഉറക്കവുമായി ബന്ധപ്പെട്ടുള്ള സ്വാധീനം ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിച്ചേക്കാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഹോർമോൺ മെലറ്റോണിനാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. മെലറ്റോണിനെ വിളിക്കുന്നത് തന്നെ സ്ലീപ്പ് ഹോർമോൺ എന്നാണ്. നമ്മുടെ തലച്ചോറിലെ പിനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് മെലറ്റോണിൻ. പൊതുവേ മെലറ്റോണിൻ കുറച്ച് ലൈറ്റ് സെൻസിറ്റീവാണ്, അല്ലെങ്കിൽ ഡാർക്കിനെ റെസ്പോണ്ട് ചെയ്യുന്ന ഒന്നാണ്. ഇരുട്ടാണ് കൂടുതലും മെലറ്റോണിനെ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോൺ മെലറ്റോണിനാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഉറക്കം കുറവുള്ള ആൾക്കാർ ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആദ്യം ആശ്രയിക്കുന്നത് എന്നാൽ ഒരു മെലറ്റോണിൻ്റെ സപ്ലിമെൻറ്റ് കഴിച്ചേക്കാം എന്നുള്ള, ഒരു സപ്ലിമെൻ്റായിട്ട് കഴിച്ചാൽ ഉറക്കം കിട്ടുമല്ലോ എന്നുള്ള. കാരണം പലപ്പോഴും ഉറക്ക ഗുളികകളെ ആൾക്കാർക്ക് പേടിയാണ്. ഒരുപക്ഷെ ചില ശാസ്ത്രീയമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വളരെ ഫലപ്രദമാണെങ്കിലും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇന്ന് ആശ്രയിച്ച് കാണുന്നത് മെലറ്റോണിനുകളാണ്. പല ആൾക്കാരും വർക്ക് ചെയ്യാറില്ല എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട 2ാമത്തെ ഹോർമോൺ കോർട്ടിസോളാണ്. നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ വളരെ ആവശ്യമാണ്. ശരീരത്തിൽ വളരെയധികം കോർട്ടിസോൾ ഉണ്ടാക്കുന്നൊരു സന്ദർഭമാണ് സ്ട്രെസ്. അതുകൊണ്ട് കോർട്ടിസോളിനെ വിളിക്കുന്നത് സ്ട്രെസ് ഹോർമോൺ എന്നാണ്. നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനത്തിന് ഒരു ഗ്രാഫുണ്ട്. അതായത് ഏറ്റവും കൂടുതലും കുറവുണ്ടാകുന്ന സന്ദർഭമുണ്ട്. ഏറ്റവും കൂടുതൽ കോർട്ടിസോൾ കാണുന്നത് രാവിലെകളിലാണ്, ഏർലി മോർണിംഗാണ്.
അപ്പോൾ ഒരുപക്ഷെ മെലറ്റോണിൻ്റെ ഇൻഫ്ലുവൻസ് കഴിഞ്ഞ് നമ്മുടെ ശരീരം ഉണർന്ന് എണീക്കുന്നത് കോർട്ടിസോളിൻ്റെ ഇൻഫ്ലുവൻസ് മൂലമാണ്. അതിനുശേഷം കോർട്ടിസോളിൻ്റെ അളവ് ക്രമമായി കുറഞ്ഞ് വൈകുന്നേരങ്ങളോടുകൂടി കോർട്ടിസോളിൻ്റെ അളവ് കുറയും. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ശരീരത്തിൽ മെലറ്റോണിനും കോർട്ടിസോളും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു മെലറ്റോണിൻ കോർട്ടിസോൾ സീസോ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതായത് കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്ന സമയത്ത് മെലറ്റോണിൻ്റെ അളവ് കുറയുന്നു, അല്ലെങ്കിൽ മെലറ്റോണിൻ കുറയുമ്പോഴാണ് കോർട്ടിസോൾ കൂടുന്നത്. ഇനി മെലറ്റോണിൻ കൂടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോർട്ടിസോളിൻ്റെ അളവ് കുറഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനൊരു പ്രാധാന്യമുണ്ട്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷനിൽ ഹാർമണിയിൽ ഞാൻ എൻഗേജ് ചെയ്യുന്ന ക്ലയൻസുമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒബ്സർവേഷൻസിൽ ഏറ്റവും കൂടുതൽ ഉറക്ക സംബന്ധമായ പ്രോബ്ലമുള്ള ആൾക്കാരിലൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് അവരുടെ ശരീരത്തിലുള്ള ഉയർന്ന അളവിലുള്ള കോർട്ടിസോൾ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ നമ്മളുടെ ഇന്നത്തെ ഒരു ജീവിതം ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് പ്രത്യേകതകളുമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ജീവിതം നമ്മളിൽ ഉണ്ടാക്കുന്ന ഉയർന്ന സമ്മർദ്ദങ്ങളാണ്. ഒരു പരിധിവരെ കോർട്ടിസോൾ ഒരു ലൈഫ് സേവിങ് ഹോർമോണാണ്. കാരണം ജീവിതത്തിൽ അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ ശരീരത്തിനെ എക്വിപ്പ് ചെയ്യുന്നത്, അതിനെ ശാരീരികമായും മാനസികമായും ഇമോഷണലായിട്ടും എക്വിപ്പ് ചെയ്യുന്നത് കോർട്ടിസോളാണ്. അപ്പോൾ കോർട്ടിസോളിൻ്റെ ശരീരത്തിൽ ഉൽപ്പാദനം കൂടിയാൽ ശരീരം നമ്മൾ നേരിടുന്ന എന്തെങ്കിലും ഒരു പ്രതിസന്ധി, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പുലി ആക്രമിക്കാൻ വരുന്നു എന്ന് കരുതുക. ആ ആക്രമിക്കുന്ന പുലിയിൽ നിന്ന് രക്ഷ നേടാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അസാധാരണമായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കോർട്ടിസോളാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളധികം പുലികളെ കാണാറില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പുലി നാട്ടിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും പൊതുവേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പുലികളൊന്നും തന്നെ ശരിക്കുള്ള പുലികളല്ല. പക്ഷേ ജീവിതത്തിൽ നമ്മൾ ദൈനംദിനമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള കടുത്ത സമ്മർദ്ദങ്ങളാണ്. എന്തിന്, ഒരുപക്ഷെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ മിക്ക ആൾക്കാരും 1-2 മണിക്കൂറുകൾ മൊബൈൽ നോക്കിയിരിക്കാറുണ്ട്. മൊബൈൽ കാണുന്ന വർത്തമാനങ്ങളും പിന്നെ അതുപോലെ മറ്റ് ഇൻഫർമേഷൻസൊക്കെ തന്നെ ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ ഉയർന്ന കോർട്ടിസോൾ ഉണ്ടാക്കാൻ തക്കവണ്ണമുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടാവും, ചിന്തകൾ ഉണ്ടാകുന്നുണ്ടാവും, വികാരങ്ങളുണ്ടാവും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പല ആൾക്കാരുടെയും കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ പല്ലും നഖവുമുള്ള നമ്മൾ ആക്രമിക്കാൻ വരുന്ന ഒരു പുലിക്ക് സമാനമാണ്. അപ്പോൾ ഉയർന്ന അളവിലുള്ള കോർട്ടിസോൾ നമ്മുടെ ഉറക്കത്തിനെ അല്ലെങ്കിൽ മെലറ്റോണിൻ പ്രൊഡക്ഷനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇത്തരമൊരവസ്ഥയെ വിളിക്കുന്നത് ഹൈപ്പർ കോർട്ടിസോളിമിയ എന്നാണ്. കാരണം ഈ ഉയർന്ന അളവിലുള്ള കോർട്ടിസോൾ കൊടുക്കുന്ന ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെലറ്റോണിൻ പ്രൊഡക്ഷനെ ബാധിക്കുന്നു. അതാണ് ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉള്ള ആൾക്കാരിലല്ലാതെ ഞാനിത് വളരെ കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു വിഭാഗം ഈ ഡേ ടൈമിൽ വളരെയധികം ഇൻവോൾവായിട്ട് ഹൈ പ്രൊഡക്റ്റീവായിട്ട്, ചിലപ്പോൾ ഹൈ പ്രൊഡക്റ്റീവ് തന്നെ ആവണമെന്നില്ല, പക്ഷേ വളരെയധികം ഇൻവോൾവായിട്ട് എൻഗേജ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ തൊഴിലിലോ അല്ലെങ്കിൽ കുടുംബ വിഷയങ്ങളിലോ ഒക്കെ തന്നെ അവർ വളരെ ഡീപ്ലി എൻഗേജ്ഡാണ്. ഞാൻ ഇത്തരത്തിലുള്ള ആൾക്കാരെ വിളിക്കുന്നത് സൂപ്പർമാൻ എന്നാണ് വിളിക്കുന്നത്. അതൊരു അമാനുഷികമായ രീതിയിൽ പല കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യാൻ ചോദിക്കും. ചിലപ്പോൾ ചില ആൾക്കാർ വളരെ സക്സസ്ഫുൾ ആയിരിക്കും, പക്ഷേ അവരുടെ ഡേ ടൈമിൽ ഉണ്ടാകുന്ന ഈ ഉയർന്ന അളവിലുള്ള കോർട്ടിസോൾ അത് തുടർന്നും ത്രൂ ഔട്ട് ഡേയിൽ നിന്ന് ചിലപ്പോൾ നൈറ്റിലോട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യും. ആൻഡ് ദിസ് ക്യാൻ ഇൻ്റർഫിയർ ഇൻ ടു ദി മെലറ്റോണിൻ പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ നൈറ്റ്. ഇതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാനും ഈ പറയുന്ന സ്ട്രെസ്സിനെയും ആങ്സൈറ്റിയെയും ഈ പറയുന്ന ഒരു സൂപ്പർമാൻ അപ്രോച്ച് ടു ലൈഫ് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിഫറൻസ് ആ വ്യക്തിയുടെ ഉറക്കത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ്, സെക്സ് ഹോർമോൺസ്, അത് സ്ത്രീകളിൽ കാണുന്ന ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും നമുക്കറിയാം ഒരു സ്ത്രീയുടെ മെൻസ്ട്രൽ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള 2 ഹോർമോണുകളാണ്. ഈ 2 ഹോർമോണുകളുടെയും ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റിൽ നിന്നാണ് സ്ത്രീകൾക്ക് ഇത്തരം ഒരു മെൻസ്ട്രൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ പ്യൂബർട്ടിയിലും അതുപോലെ പീരീഡ്സിലും അതുപോലെ തന്നെ മെനോപോസിലും ഈ ഹോർമോണുകളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ആരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. കൂടുതലും കുറവും രണ്ടും അപകടകരമാണ്. സോ സെക്സ് ഹോർമോൺസ് ക്യാൻ റിയലി ഇൻഫ്ലുവൻസ് സ്ലീപ്പ് ഹെൽത്ത്. അതുപോലെ തന്നെ മറ്റൊരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. കുറഞ്ഞ അളവിലുള്ള ടെസ്റ്റോസ്റ്ററോൺ സ്ലീപ്പിനെ ബാധിക്കും. ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു മെനി റീസൺസ്. ചിലപ്പോൾ ഏജിങ് പ്രോസസ്സ് കൊണ്ട് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയാം. ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ് ടെസ്റ്റോസ്റ്ററോൺ കുറയാൻ, എക്സസൈസിൻ്റെ അഭാവം ടെസ്റ്റോസ്റ്ററോൺ കുറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇനി അതുപോലെ ഉണ്ടാക്കുന്ന മറ്റൊരു ഹോർമോൺ ഇൻഫ്ലുവൻസ് ആണ് തൈറോയിഡ്. തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടാം കുറയാം.
ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പോ തൈറോയിഡിസവും രണ്ടും സ്ലീപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഹോർമോൺ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ 5 സുന്ദരികളും അല്ലെങ്കിൽ ഈ 5 സുന്ദരന്മാരും നിങ്ങളുടെ നിദ്രയെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഹോർമോണുകളാണ്. ഈ ഹോർമോണുകൾ നിലവിലത്തെ നിങ്ങളുടെ ആരോഗ്യത്തിനെ ഏതൊക്കെ രീതിയിൽ ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ഒരു എക്സ്പെർട്ടിന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ മനസ്സിലാക്കുന്ന ഏരിയകളിൽ വളരെ ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ നടത്താൻ സാധിക്കുകയാണെങ്കിൽ സ്ലീപ്പിൻ്റെ ക്വാളിറ്റിയും സ്ലീപ്പ് എന്ന് പറയുന്ന ലൈഫ് സേവിങ് ഡ്രഗിൻ്റെ ഇൻഫ്ലുവൻസിനെ നമുക്ക് വളരെയധികം കൂട്ടിയെടുക്കാൻ സാധിക്കും. 2 കാര്യം കൂടി ബോണസായിട്ട് പറഞ്ഞോട്ടെ. അത് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ വിട്ടുപോകാൻ പാടില്ലാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇൻസുലിൻ എന്നുള്ള ഹോർമോണാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ്, നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് തീർച്ചയായിട്ടും ഉറക്കത്തെ സ്വാധീനിക്കാം. അതുപോലെ മറ്റൊരു ഹോർമോണാണ്, ഇൻഫാക്റ്റ് അത് ഹോർമോണല്ല, പ്രോ ഹോർമോണാണ്. ആ ഹോർമോൺ പേരാണ് വൈറ്റമിൻ ഡി. എനിക്ക് തോന്നുന്നു നിലവിൽ നമ്മുടെ സമൂഹത്തിലൊരു 70-80% ആൾക്കാർക്കും ഒപ്റ്റിമൽ ലെവൽ ഓഫ് വൈറ്റമിൻ ഡി ഇന്ന് കാണുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. പലപ്പോഴും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലെവൽ മാത്രമേ ഉള്ളൂ, ഒപ്റ്റിമൽ ലെവൽ വേണം. സാധാരണ ഒരു ഫങ്ഷണൽ മെഡിസിൻ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന വൈറ്റമിൻ ഡി ലെവൽ 70 to 100 ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും അതിനെ സ്വാധീനിക്കാം. നമ്മുടെ സമൂഹം ഇന്ന് ഉറങ്ങുന്നത് കുറവാണ്. സൊസൈറ്റി ഈസ് അണ്ടർ സ്ലീപ്പിംഗ്. നേരത്തെ പറഞ്ഞതുപോലെ സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഹെൽത്തിൻ്റെ ഒരു മാസ്റ്റർ ലിവറാണ്. ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി, ആരോഗ്യത്തിൽ ഉറക്കത്തിൻ്റെ സുപ്രധാനമായ പ്രാധാന്യത്തെ മനസ്സിലാക്കി, ഉറക്കത്തിൽ ഈ ഹോർമോണുകളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്കും നിങ്ങളുടെ ഉറക്കത്തിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചേക്കാം.